എന്നെ ജയിലിലടക്കണം, പുറത്തിറക്കരുത്. കല്യാണം രേഷ്മ പറയുന്ന വാക്കുകളാണ് പോലീസിനോട്. പുറത്തിറങ്ങിയാൽ ഞാൻ വീണ്ടും കല്യാണം കഴിക്കും. സ്നേഹം തേടിയുള്ള എൻ്റെ പരക്കം പാച്ചിൽ, സ്നേഹത്തിന് വേണ്ടി എനിക്ക് ദാഹിക്കുകയാണ്. ആ ദാഹം തീരുന്നത് വരെ ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ ജയിലിൽ തന്നെ ഇടണം. ഇതാണ് രേഷ്മ പറയുന്നത്. ഏകദേശം 10ഓളം പേരെ കല്യാണം കഴിച്ചിട്ടും രേഷ്മയുടെ ദാഹം തീർന്നില്ല എന്നാണ് പറയുന്നത്. ദാഹമാണോ സൂക്കേടാണോ എന്നറിയില്ല. എന്തായാലും അത് തീർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 10ഓളം വിവാഹ തട്ടിപ്പുകൾ നടത്തി പലയിടത്തും കൂസലില്ലാതെയാണ് രേഷ്മ 10ഓളം വിവാഹ തട്ടിപ്പുകൾ നടത്തി. എന്നിട്ട് പോലീസിനോട് ഒരു കൂസലും ഇല്ലാതെ, കാരണം ആരെയും കൊന്നിട്ടും പിടിച്ചു പറിച്ചിട്ടും ഒന്നുമില്ലല്ലോ, വിവാഹമല്ലേ കഴിച്ചത്, സ്നേഹം കിട്ടാനായിട്ട്. സ്നേഹം കിട്ടാൻ വിവാഹം കഴിച്ചത് വലിയ കുറ്റമാണോ എന്നാണ് രേഷ്മ ചോദിക്കുന്നത്. അപ്പോൾ എന്നെ ജയിലിൽ അടയ്ക്കണം, എന്നെ പുറത്തിറക്കരുത്. പുറത്തിറങ്ങിയാൽ തെറ്റുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കും. സ്നേഹം ലഭിക്കാത്തതിനാലാണ് നിരവധി ബന്ധങ്ങൾ തേടിപ്പോയത്. ഓൺലൈൻ മാട്രിമോണിയിലൂടെയാണ് വിവാഹ പരസ്യം ആദ്യം നൽകുന്നത്. ആദ്യം അമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതും പിന്നീട് വധുവെന്ന രീതിയിൽ സംസാരിക്കുന്നത് രേഷ്മ തന്നെ. ഡബിൾ റോൾ, അന്യന്റെ മുഖമാണ്. രേഷ്മയുടെ അമ്മ ബന്ധുക്കളോടൊപ്പമാണ് താമസിക്കുന്നതെന്നാണ് വിവരം. സംസ്കൃതത്തിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന രേഷ്മ വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. AKRSA എന്ന ഗവേഷകരുടെ സംഘടനയുടെ പ്രസിഡന്റായും രേഷ്മയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. അതായത് ഈ ഗവേഷണത്തില് PhD, അതില് PhD ഉണ്ട്, വിവാഹത്തിലും PhD ഉണ്ട്. അതൊരു തെറ്റായിട്ടൊന്നും അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ദിവസമാണ് രേഷ്മ പിടിയിലാവുന്നത്. രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഒപ്പം ജീവിച്ചിരുന്നവരെ പോലും ഞെട്ടിപ്പിച്ച് കളയും. ഉദയം പേരൂർ സ്വദേശിയാണ് 30-കാരിയായ രേഷ്മ. 10 പേരെ രേഷ്മ വിവാഹം ചെയ്തതായാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ ചോദ്യം ചെയ്താലേ വിവാഹ തട്ടിപ്പിന് പിന്നാലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയുണ്ടാകും. ആര്യനാട് സ്വദേശിയെ വിവാഹം കഴിക്കാനെത്തിയപ്പോഴാണ് പിടിയിലായത്. 2014 എറണാകുളം സ്വദേശിയാണ് രേഷ്മ ആദ്യം വിവാഹം ചെയ്തത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട വക്കം സ്വദേശിയെ 2022 വിവാഹം ചെയ്തു. ട്രെയിൻ യാത്രക്കിടെ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി, തിരുവനന്തപുരം, കൊല്ലം, തൊടുപുഴ, വാളകം സ്വദേശികൾ തുടങ്ങിയവരെയും വിവാഹം ചെയ്തു. വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ച് ജീവിച്ചത് കൊല്ലം സ്വദേശിയോടൊപ്പമായിരുന്നു എന്നാണ് വിവരം. ഭൂരിഭാഗം പേരെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് രീതി. ഇതിനിടയ്ക്ക് രേഷ്മയ്ക്ക് ഒരു മകനും ജനിച്ചു. ഇപ്പോൾ കുഞ്ഞിന് 2 വയസ്സുണ്ട്. പിടിയിലാകുമ്പോൾ ആര്യനാട് പഞ്ചായത്ത് അംഗം, കോട്ടയം സ്വദേശി, തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. വിവാഹ ആലോചന നടന്ന മറ്റൊരു യുവാവാണ് രേഷ്മയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇവിടെയാണ് പഞ്ചായത്ത് അംഗവുമായി കല്യാണം നടത്താനിരുന്നത്. സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് രേഷ്മ പല സ്ഥലങ്ങളിൽ നിന്നും മുങ്ങിയിരുന്നത്. വിവാഹം കഴിഞ്ഞ വരന്റെ വീട്ടിലേക്കുള്ള യാത്ര മധ്യേ വാഹനത്തിൽ നിന്നിറങ്ങി താലിമാലയും ആഭരണങ്ങളുമായി മുങ്ങിയ സന്ദർഭങ്ങളുമുണ്ട്. ബീഹാറിലെ സ്കൂളിൽ അധ്യാപികയാണെന്നും പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിച്ചവരുടെ വീടുകളിലേക്ക് ഇടയ്ക്കിടെ വിളിക്കാറുള്ളതിനാൽ ആർക്കും അധികം സംശയമുണ്ടായില്ല. അതേസമയം തട്ടിപ്പുകളെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് പറയുന്നത്. കല്യാണം ഗ്രീഷ്മയും കഷായം ഗ്രീഷ്മയും തിരിഞ്ഞു പോകരുത്. കാരണം കഷായം ഗ്രീഷ്മ ഇതുപോലെ തന്നെയാണ്. അതായത് ഈ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ കഴിയാത്തതിൽ, മറ്റൊരു സൈനികന്റെ വിവാഹാലോചന വന്നപ്പോൾ അതിൽ സുഖിച്ച് ജീവിക്കാനായി ഈ ഷാരോണിനെ മടുത്ത് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഷാരോൺ ഒരു ശല്യമായി മാറുമോ എന്നുള്ള ഭയം, ആ ഭയത്തിലാണ് ഗ്രീഷ്മ ഷാരോണിനെ തീർത്തത്. അതിവിദഗ്ധമായി സൈലന്റ് പോയിസൺ പോലെ ആ ചെറുപ്പക്കാരന്റെ ശരീരം മുഴുവൻ ദ്രവിച്ചു പോകുന്ന തരത്തിലേക്കാണ് ഗ്രീഷ്മ ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയത് എന്നുള്ളതാണ്. പക്ഷെ രേഷ്മ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. രേഷ്മ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് നടക്കും. സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്ന് മുങ്ങും, അടുത്ത സ്നേഹത്തിനായി ദാഹിക്കും. ആ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും മുങ്ങും, വീണ്ടും അടുത്ത ദാഹിക്കുമ്പോൾ അടുത്ത വിവാഹം കഴിക്കും. ആ ദാഹം മാറുമ്പോൾ അവിടെ നിന്ന് വീണ്ടും പോവും, പിന്നെയും ദാഹിക്കും, അപ്പോൾ അടുത്ത വിവാഹം കഴിക്കും. അങ്ങനെ ദാഹം ഒരു 10-12 ദാഹം വന്നപ്പോൾ പോലീസിന്റെ പിടിയിലായി എന്നുള്ളതാണ്. 1-2 ദാഹത്തിൽ നിർത്തിയില്ല, ഒരു 10-12 ദാഹം വന്നു. ദാഹിച്ച് അവസാനം ദാഹം 12 ദാഹത്തിലെത്തിയപ്പോൾ പിടി വീണു എന്നുള്ളതാണ്. ഇനിയും കൂടുതൽ ദാഹിച്ചോ എന്നുള്ളത് പോലീസ്
കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഇനിയും പുറത്തിറങ്ങിയാൽ എനിക്ക് ദാഹം വരും, ഞാൻ ദാഹം വരുമ്പോൾ വീണ്ടും ദാഹം തീർക്കാനായി പോകും. ആ ദാഹം തീർക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കരുത്, എന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടിരിക്കണം. ഇവിടെ ഇടുന്നാൽ എനിക്ക് ദാഹം വരൂല, പക്ഷെ പുറം ലോകം കണ്ടാൽ എനിക്ക് വീണ്ടും ദാഹം വരും. ആ ദാഹത്തിൽ ഞാൻ വീണ്ടും പോയി കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് വീണ്ടും ഞാൻ സ്നേഹത്തിനായി ദാഹിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് സ്നേഹത്തിനായുള്ള ദാഹമല്ല, ഇത് അത് പറയുന്നില്ല, ഇത് മറ്റു പല സൂക്കേടുകളുമാണ് ചേച്ചിക്ക്. എന്തായാലും ഈ എന്താ പറയുക, വിവാഹ തട്ടിപ്പുകൾ എന്ന് പറയുന്നത് എന്താ പറയുക, അവര് മാരകമായ പണികളൊന്നും ചെയ്തില്ലല്ലോ. വിവാഹം കഴിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങും, രക്ഷപ്പെടും, അടുത്ത ആളിന് വിവാഹം കഴിക്കും. ഗ്രീഷ്മയെ പോലെ അതിക്രൂരമായ പരിപാടികളിലേക്കൊന്നും രേഷ്മ കടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചിലപ്പോൾ സ്നേഹം കിട്ടി കാണില്ല, ആഗ്രഹിച്ചവരിൽ നിന്ന് സ്നേഹം കിട്ടാതെ വന്നപ്പോൾ വിവാഹം കഴിച്ചു കാണും. പിന്നെയും സ്നേഹം കിട്ടാതെ വന്നപ്പോൾ അടുത്ത ആളെ വിവാഹം കഴിച്ചു കാണും. അവരിൽ നിന്ന് സ്നേഹം കിട്ടാതെ വന്നപ്പോൾ അടുത്ത ആളെ വിവാഹം കഴിച്ചു കാണും. അങ്ങനെ സ്നേഹം കിട്ടാനായി വിവാഹം കഴിച്ച് അവസാനം എവിടെ നിന്ന് സ്നേഹം കിട്ടും എന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ അത് നീണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഇനി പോലീസ് സ്റ്റേഷൻ അല്ല, ജയിലിനകത്തും ആരോടെങ്കിലും സ്നേഹം തോന്നുമോ, ദാഹിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഗ്രീഷ്മയുടെ കല്യാണ പരമ്പര പുറത്തിറങ്ങിയാൽ തുടരുമെന്ന് തന്നെയാണ് ഗ്രീഷ്മ പറയുന്നത്. ഇത്തരം വിവാഹ തട്ടിപ്പ് വീരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് ഈ വിവാഹം കഴിഞ്ഞ് 2 മക്കളൊക്കെ ആയി ഗൾഫിൽ പോയിട്ട് അവിടെ ചെന്ന് ആരെങ്കിലും ഒക്കെ പരിചയപ്പെട്ടിട്ട് ഇത് എനിക്കറിയാവുന്ന ഒരു ചേച്ചിക്കുണ്ടായ സംഭവമാണ്. വിവാഹം കഴിച്ച് 2 കുട്ടികളായതിനു ശേഷം ഇവിടെ നിന്ന് ഗൾഫിൽ പോയിട്ട് ഇയാൾ ഒരു 9-10 വർഷം 11-12 വർഷമായിട്ട് ഒന്നും വീട്ടിലേക്ക് വരുന്നില്ല. വിളിച്ചാൽ പറയുന്നത് 12 വർഷമായിട്ട് ലീവ് കിട്ടുന്നില്ല എന്നാണ്. ഈ ചേച്ചി ഇവിടെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് മക്കളെയൊക്കെ വളർത്തി അങ്ങനെ പോവുകയാണ്. അത്ര വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഒരു ലീവ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കും, അയ്യോ ചേട്ടൻ ലീവ് കിട്ടുന്നില്ലായിരിക്കും. വീട്ടിൽ ഫോണൊക്കെ വിളിക്കും, പൈസയൊക്കെ അത്യാവശ്യം അയക്കും. എന്നിട്ട് 10, 12, 13 വർഷമായിട്ട് ഒരു വിവരവുമില്ല. ഒരു 14-15 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാളെ കുറിച്ച് ഒരു വിവരമില്ല. പൈസ അയക്കുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല, ഒരു ബന്ധമില്ല. ഇവർക്ക് പോയി അന്വേഷിക്കാനോ അങ്ങനെ അത്തരത്തിലൊന്നും ആരുമില്ല. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം മകൻ ഈ പ്രവാസ ജീവിതത്തിൽ പോയപ്പോൾ മകനൊരാഗ്രഹം, അച്ഛൻ വർക്ക് ചെയ്ത കമ്പനിയിൽ പോയി അച്ഛൻ അവിടെ ഉണ്ടോ, അച്ഛൻ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ ഈ മകനൊരാഗ്രഹം. അങ്ങനെ അവൻ അന്വേഷിച്ച് പോയപ്പോഴാണ് അറിയുന്നത് അച്ഛൻ ഒരു 10, 12, 13 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങ് നാട്ടിലെത്തി. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയിൽ അദ്ദേഹം ഉണ്ട്. അവിടെ ഭാര്യയും 2 മക്കളും ഒക്കെ ആയിട്ട് അദ്ദേഹം സുഖലോലുപനായി ജീവിക്കുകയാണ്. പിന്നെ ഈ ഭാര്യയെ മക്കളെയൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം അവിടെ ജീവിക്കാൻ, അവിടെ അടുത്ത് ജോലിക്കൊക്കെ പോയി നല്ല സുന്ദരമായ ഒരു ഗൃഹനാഥനൊക്കെയായി ഭാര്യയെ പൊന്നുപോലെ നോക്കുന്ന, മക്കളെയൊക്കെ നോക്കുന്ന ഒരു നല്ല ഗൃഹനാഥനായി അച്ഛനായും ഒക്കെ ഇയാൾ ജീവിക്കുകയാണ് എന്നുള്ളത് ഈ മകൻ മനസ്സിലായി. പക്ഷെ ഈ മകൻ അമ്മയോട് പറഞ്ഞില്ല. കാരണം അമ്മയാണ് കല്യാണം കഴിഞ്ഞ് ഇളയ കൊച്ചിനെങ്ങാണ്ട് എത്ര വയസ്സായപ്പോൾ ഇയാൾ പോകുന്നതാണ്. അപ്പോൾ പിന്നീട് ഇയാളെ ഈ ഭാര്യ കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ട്. പിന്നീട് ഈ മകൻ പറഞ്ഞില്ല. കുറേ നാളിന് ശേഷമാണ് ഈ മകൻ അമ്മയോട് കാര്യം പറയുന്നത്. അച്ഛനെ കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അയാൾ ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാനായി അയാൾ പോയിട്ടുണ്ട്. ഇനി ഇവിടെ ദാഹം തീർന്നില്ലെങ്കിൽ, കാരണം ആ ജില്ലയിൽ കെട്ടിയിട്ടടിക്കും, അതാണ് സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റിയില്ല, അവിടെ പെട്ട് കിടക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ആരെയും കൊല്ലാതെയും ആരോടും ഇത്തരത്തിൽ ഈ ചതിയും വിശ്വാസവഞ്ചന എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിൽ ഒരു കൊലപാതകം പോലെ തന്നെയാണ്. എങ്കിലും ഗ്രീഷ്മ ചെയ്തതുപോലെ ഗ്രീഷ്മ ചെയ്തില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം.